ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ഉണ്ടാക്കണം എന്ന് ഓർത്ത് ആലോചിക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മളുടെ ഇൻസ്റ്റൻ്റ് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയൊന്നുമല്ല, 1.5 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയോ ചേർക്കാം. ഗോതമ്പ് പൊടി ഒന്നുകൂടെ ഹെൽത്തി ആയത് കാരണം ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. റവ ഇച്ചിരി ഹാർഡാണല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ കുതിരുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റ് കൂടി ചേർത്തിട്ട് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഇപ്പോൾ ദാ ഇതിവിടെ നന്നായിട്ട് ഇവിടെ സോക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളും കൂടെയും ചേർക്കാനുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. അല്ല, ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ജീരകവും, ഒരു 1/4 ടീസ്പൂണോളം ജീരകവും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെയും ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ, നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതല്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മിക്സി ഒന്ന് കഴുകി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളുടെ ആ ഒരു ഈസ്റ്റ് ഇട്ടിരിക്കുന്ന ഒന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് നമ്മളുടെ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു അപ്പത്തിനുള്ള മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ കൊമളയൊക്കെ വരുന്ന ടൈമിൽ അടുപ്പ് വെച്ച് മൂടി അത് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇത് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ബബിൾസ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, അതായത് നിങ്ങൾക്കിപ്പോൾ അപ്പത്തിന് ചെറിയൊരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ പുളി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം ഇങ്ങനെ ബാക്കിയുള്ള അപ്പത്തിൻ്റെ മാവും കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. റവയൊക്കെ എന്ന് പറയണത് നമുക്ക് വീട്ടിലെപ്പോഴും നമുക്കുണ്ടാവും. ഇപ്പോൾ ഉപ്പുമാവൊക്കെ എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും ഇഷ്ടമല്ലായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ റവ വെച്ച് ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു 1/4 മണിക്കൂറും കൊണ്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു നല്ല കടലക്കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ എനേബിൾ ചെയ്തിടുകയാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു.